അമേരിക്കയുടെ ഇന്ത്യൻ ടാരിഫുമായിട്ട് ഏകദേശ ധാരണയായി. അതായത് അമേരിക്ക ഇന്ത്യക്ക് മുകളിൽ റെസിപ്രോക്കൽ ടാരിഫ് ഉണ്ടാകാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ട് തിരികെ വന്നപ്പോഴുള്ള കാഴ്ചപ്പാടല്ല ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. കാരണം ഈ ബ്യൂറോക്രാറ്റ്സുമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് പോയത്. ഈ ടാരിഫ് എന്ന് പറഞ്ഞ് സീരിയസ് ആയത് കാനഡയ്ക്ക് മുകളിലും മെക്സിക്കോയ്ക്ക് മുകളിലും യൂറോപ്യൻ രാജ്യത്തിനും അതേപോലെ ചൈനയ്ക്ക് മുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നു. ചില രാജ്യങ്ങളിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ചില രാജ്യങ്ങളിൽ നെഗോസിയേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ബ്യൂറോക്രസിയിൽ നിന്ന് മാറി. അവർ പറഞ്ഞ ഡേറ്റയും കണക്കുകളൊക്കെ എടുത്തങ്ങ് മാറ്റി. ഇന്ത്യക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി പെട്ടെന്ന്, കാരണം അവിടെയാണ് നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സമ്മതിച്ചു കൊടുക്കേണ്ടത്. അദ്ദേഹം ഇന്ത്യൻ ബ്യൂറോക്രസി പറയുന്ന പോലെ അതേപോലെ വിഴുങ്ങത്തില്ല. അദ്ദേഹം വേറെ എക്സ്പേർട്ടുകളെ ഉണ്ടാക്കി അവരോട് പറഞ്ഞ് ഇത് പെട്ടെന്ന് ഇതിൻ്റെ റിപ്പോർട്ട് വരാൻ. ഞാൻ കൃത്യമായിട്ട് ഇത് അറിഞ്ഞത്. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് എടുത്തു കൊടുത്തു. ഇതുകൊണ്ട് ഇന്ത്യക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ത്യൻ കമ്പനികൾ ഗ്ലോബൽ കമ്പനികളുമായിട്ട് കോമ്പറ്റ് ചെയ്യും, ഇന്ത്യൻ കമ്പനികൾ ഡെവലപ്പ് ചെയ്യും. അതേപോലെ അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിൽ വന്നാൽ ഒരു വിഭാഗത്തിന്, അതായത് ബൈയിങ് പവറുള്ള വിഭാഗത്തിനെ പ്രശ്നമുണ്ടാകത്തുള്ളൂ. അത് ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ അതുണ്ടാകാൻ പോകുന്ന ഇന്ത്യയിൽ വൻ കുതിപ്പുണ്ടാകും. ചൈനയിലുള്ള ഏകദേശം 10,000-ഓളം പല കമ്പനികളിലും ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെയാണ് പ്രധാനമന്ത്രി ഇന്ത്യൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അങ്ങോട്ട് പറഞ്ഞു ഓരോ പ്രോഡക്റ്റ് വൈസായിട്ട് സംഭവം ചെയ്യാൻ പറഞ്ഞു. കാരണം ഇന്ത്യൻ ഫാർമേഴ്സിനെ ബാധിക്കരുത്, ഇന്ത്യയിലുള്ള മാനുഫാക്ചേഴ്സിനെ ബാധിക്കരുത്. പക്ഷേ ഒരു കാരണവശാലും അമേരിക്കൻ റെസിപ്രോക്കൽ ടാരിഫ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് ട്രംപ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഭയങ്കര മാസീവായിട്ടുള്ള അമേരിക്കൻ പ്രോഡക്റ്റിൻ്റെ ടാരിഫാണ്, അത് ഇന്ത്യ മാറ്റാൻ തയ്യാറായി. വളരെ പോസിറ്റീവ് പോയിൻ്റാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾക്കറിയാം, ഇന്നലെ ചൈനയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. നിങ്ങളെ ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യ ഞങ്ങളുടെ അയൽവാസികളാണ്. പെട്ടെന്ന് ചൈനയുടെ പ്ലേറ്റ് മാറി. നമ്മളെ അയൽവാസികളാണ്. അമേരിക്കയുടെ ഹെജുമണി, അതായത് അമേരിക്കയുടെ ഈ രീതിയിലുള്ള വൃത്തികെട്ട സ്വഭാവത്തെ നമുക്ക് ഒരുമിച്ച് നിന്ന് എതിർക്കണം. സംഭവത്തിൻ്റെ പിച്ചുപിടി കിട്ടിയില്ല, എവിടെ നിന്ന് എങ്ങോട്ട് പോയി. പെട്ടെന്ന് ചൈനയ്ക്ക് ഇന്ത്യയുടെ സുഹൃത്താകണം, ഇന്ത്യയുടെ അത് നെയ്ബേഴ്സാണ്, നമ്മൾ ഒരുമിച്ച് നിന്ന് അമേരിക്കയെ നേരിടണം. കാരണം അവർക്കറിയാവുന്ന വസ്തുതയാണ്, അമേരിക്കൻ ടാരിഫ് ഇന്ത്യയിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ചൈനീസ് കമ്പനിയല്ല ഇന്ത്യ വരും. കാരണം ചൈനയിൽ 20% ടാരിഫ് അടിച്ച് കൈ കൊടുത്തേക്കുന്നത്. അവൻ്റെ വെടി തീരുമെന്നറിയാം. പിന്നെ അവൻ വേറെ മാർക്കറ്റ് ഉണ്ടാക്കാൻ പോകണം. ഇപ്പോൾ ഇന്ത്യയിൽ അതേപോലെ റെസിപ്രോക്കൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് തകരും. ഇന്ത്യയിൽ ഏകദേശം 20 മുതൽ 22 ലക്ഷം പേർക്ക് തൊഴിലില്ലാതാകും. ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ തകർന്നു പോകും. ഇതായിരുന്നു ചൈനയുടെ ആഗ്രഹം. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രണ്ടുപേരും അടിക്കുമ്പോൾ അതിനകത്ത് ഒഴിഞ്ഞു മാറി നിന്ന് അടി കൊള്ളാതെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അതാണ് ഈ പറഞ്ഞ ബിസിനസ്സിലും ജിയോ പൊളിറ്റിക്സിലും നടക്കുന്നത്. അവിടെയാണ് മോദിയുടെ കറക്റ്റ് ഗെയിം പ്ലാൻ വന്നത്. കാരണം കൃത്യമായിട്ട് പിടികിട്ടി ട്രംപ് ഈ സംഭവം റെസിപ്റ്റ് ടാക്സ് അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ ബാധിക്കും. ഇവിടെ ട്രംപുമായിട്ട് യോജിച്ചു പോവുക, അതിൻ്റെ മാക്സിമം ഗുണമെടുക്കുക. ഇതാണ് ഉണ്ടായത്. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഇനി അതിൻ്റെ പ്രയോജനം ഞാൻ പറയാൻ ശ്രദ്ധിച്ചു കേട്ടോണം. ഇപ്പം പല യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ടെസ്ല കാർ എടുക്കത്തില്ല, അമേരിക്കൻ കാർ എടുക്കത്തില്ല. എഗ്രീഡ്. അതേപോലെ തന്നെ ചൈനയും പറഞ്ഞു ഞങ്ങൾ അമേരിക്കക്കെതിരെ ഇമ്പോർട്ട് ടാക്സ്, അഡീഷണൽ ടാക്സ്, ടാരിഫ് തീരുവ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റ്. ഇന്ത്യയുടെ ബൈയിങ് പവർ, അതായത് പർച്ചേസിങ് പവറും വളരെ ഹൈ ആ സിറ്റി ലൈഫ്. ഈ പറയുന്ന കാറുകളൊക്കെ ഇന്ത്യയിൽ കയറി ഓടും. അപ്പോൾ അമേരിക്കയ്ക്ക് അവിടെ യൂറോപ്പ് പോയാലും ഈ പറയുന്ന ചൈന പോയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചൈനീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ പോയി എക്സ്പാൻഡ് ചെയ്യും? പട്ടിണി രാജ്യങ്ങളായ ആഫ്രിക്കയിൽ പോയി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റൂ? ഇത് മേടിക്കണ്ടായ ആൾക്കാർ. പക്ഷേ ഇന്ത്യയിൽ ഈ തിരിവ് കുറച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ റൂറൽ ക്ലാസ് മേടിക്കുന്നില്ല. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ അത്ര
പർച്ചേസിങ് പവറില്ല. പക്ഷേ അർബൻ ക്ലാസ്, അതായത് ഇന്ത്യയിലെ അർബൻ ക്ലാസ് എന്ന് പറയുന്ന അവരുടെ ബൈയിങ് പവർ ലോകത്തിലെ ഏറ്റവും വലിയ ബൈയിങ് പവറാണ്, പർച്ചേസിങ് പവറാണ്. കാരണം ഇന്ത്യയുടെ ജനസംഖ്യ ഹ്യൂജ് മാർക്കറ്റാണ്. ഇതിനകത്ത് ചില സംഭവത്തിൻ്റെ അകത്ത് ഇപ്പം ട്രംപ് ആവശ്യപ്പെടുന്ന സീറോ ടാക്സ് എന്നാണ് പറയുന്നത്. കാറുകൾക്ക്, ബൈക്കുകൾക്ക് 0 ടാക്സ്. നമ്മൾ ഏകദേശം ഈ ഓട്ടോമൊബൈൽസിന് ഏകദേശം നമ്മൾ കൊടുക്കുന്ന 125% ടാക്സാണ് അമേരിക്കൻ പ്രോഡക്റ്റ്. അതെത്ര പെർസെൻറ്റേജ് കുറയും? എനിക്ക് തോന്നുന്നത് അത് ഏകദേശം 10-20-15% കുറയുന്നുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വാഹനങ്ങളെല്ലാം ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോൾ ഇവിടെയുള്ള കമ്പനികൾ കോമ്പറ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഈ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചൈനയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അവിടെ ചെയ്യാൻ പറ്റത്തില്ല, ഈ കമ്പനികളെല്ലാം ഇന്ത്യയിലോട്ട് കയറി വരും. ഇത് ഡബിൾ ഹെഡ്ജാണ് ഈ സംഭവം. രണ്ട് ഭാഗവും ഷാർപ്പാണ്. ഇവിടെ ബേസിക്കലി ചൈനയ്ക്ക് അറിയാവുന്ന വസ്തുതയുണ്ട്, ഇന്ത്യക്ക് പിടികിട്ടി. കാരണം ഇന്ത്യ എക്സ്പേർട്ടുകൾ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞത്? ചൈനയെ ഒതുക്കാൻ വേണ്ടിയുള്ള ട്രംപിൻ്റെ പരിപാടിയാണ്, ചൈനയെ നശിപ്പിക്കണം. അതിന് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയെ കൊണ്ടുവരികയാണ്, കൂടെ നിൽക്കും, അത്രയേ ഉള്ളൂ. ഈ പറയുന്ന കോഡും മറ്റുള്ള രാജ്യങ്ങളും ഇന്ത്യയുടെ കൂടെ നിൽക്കും. ഈ പറയുന്ന ചൈനയിൽ നിന്നും അമേരിക്കൻ ടാരിഫ് കൂടുതലായി കഴിഞ്ഞ് ഈ അമേരിക്കൻ അലയൻസ് പോലും അലൈൻഡ് കൺട്രീസ് ഉണ്ട്, അവർ പോലും മാറിപ്പോകും. ഇവിടെ ഇന്ത്യ ചാമ്പ്യനാകും. ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ 1 ട്രില്യൺ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഈ പോക്ക് പോവുകയാണെങ്കിൽ 1-2 വർഷം കഴിയുമ്പോൾ അത് 2 ട്രില്യൺ വരെ കയറി വരുമെന്ന് പറഞ്ഞു. അമേരിക്ക അല്ലാതെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലും. കാരണം ഈ പറയുന്ന ചൈന തന്നെയാണ് പലയിടത്തും ഈ സാധനം കൊടുക്കുന്നത്, ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബാണ്. അപ്പോൾ അവിടെയുള്ള കമ്പനികൾ ഇവിടെ വരികയും അമേരിക്കയുമായിട്ടുള്ള അമേരിക്ക നല്ല ബന്ധമുള്ള രാജ്യങ്ങൾ ഈ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും വാങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കമ്പനികൾ വളരെ ഹാപ്പിയായി, അവർക്കൊരു സേഫ് സോണായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില എക്സ്പേർട്ടുകളൊക്കെ എഴുതി ഞാൻ വായിച്ചു എക്കണോമിക് ടൈംസിൽ മറ്റുള്ള പത്രങ്ങളിലൊക്കെ. അപ്പോൾ ഇതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് നമ്മൾ വരാൻ പോകുന്ന 4-5 വർഷം കൊണ്ട് നമുക്ക് ഏറ്റവും സ്കിൽഡായിട്ടുള്ള മാൻ പവറിനെ സൃഷ്ടിക്കണം. അതേപോലെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി പഠിക്കാൻ പോയവരെ, മിടുക്കന്മാരായ ആൾക്കാരെ ഇന്ത്യ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കണം. കാരണം നമുക്ക് ടാലൻറ്റഡ് മാൻ പവർ വേണം. ഈ ടാലൻറ്റഡ് മാൻ പവർ ഇല്ല എങ്കിൽ വലിയ പ്രശ്നമായത്. കാരണം ആരെ ഇതൊക്കെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കാരണം ഇവിടെ ജോലിയില്ലാതെ ഇല്ല, ഒരു സന്ദർഭത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും അവിടെ സെറ്റിലാകാനും ബിസിനസ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇവരെ ആകർഷിച്ച് തിരിച്ചു കൊണ്ടുവരണം. കാരണം അങ്ങനെയുള്ള ടാലൻറ്റും ഈ പറയുന്ന ക്ലബ്ബും ഇപ്പോഴത്തെ പോളിസിയും അമേരിക്കൻ ടാരിഫ് ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുകയും ചെയ്യുകയും ഈ ചൈനയെ നമ്മൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് ഒരേപോലെ എതിർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അത്രയും വർഷമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ലോകത്തിലെ 3ാമത്തെ GDPയുടെ പവറാകാൻ നമ്മൾ പെട്ടെന്ന് കയറി വരും. കാരണം ഈ ട്രംപിൻ്റെ ടാരിഫ് എന്ന് പറയുന്നത് ലോകത്ത് കിട്ടിയൊരു വെള്ളിടി എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് കാനഡ ഇന്ത്യയുടെ പുറകെ കിടക്കും, അവരുടെ സാധനം എടുക്കണം. കാരണം കാനഡ അമേരിക്കയും തമ്മിലുള്ള സാധനം പെട്ടെന്നില്ല എങ്കിൽ ചില പ്രോഡക്റ്റിന് കാനഡ കുറച്ചു. ഇന്ത്യ ഒരു മാർക്കറ്റാണ്, ഇന്ത്യ ഗ്ലോബലി ഒരു സൂപ്പർ എക്കണോമിക് പവറായിട്ട് വളരുകയാണ്. അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കാൻ ഇന്ത്യൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുഴുവനും മാറും. ഇന്ത്യയുടെ ഗ്രാമങ്ങൾ മാറും, ഇന്ത്യയുടെ ലൈഫ് സ്റ്റൈൽ മാറും, ഇന്ത്യയുടെ പുരോഗതി മാറും, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറും. നമ്മളൊരു ഗ്ലോബൽ പവറായിട്ടങ്ങ് വരും. കാരണം നമ്മളിൽ ഇഷ്ടം പോലെ മാൻ പവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടാലൻറ്റിനെ ലീഡ് ചെയ്യാനുള്ള ആൾക്കാരുടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളിനി വളരെ ഗ്രീസ് ഇട്ട പോലെയാണ് പ്രവർത്തിക്കേണ്ട പല കാര്യങ്ങളും. കാരണം ഈ വരുന്ന കമ്പനികൾക്കെല്ലാം സ്കിൽഡ് മാൻ പവർ വേണം. ഇപ്പോൾ SP റേറ്റിംഗ് നിങ്ങളൊന്ന് വായിച്ച് നോക്കണം, എവിടേക്കാണ് ഇന്ത്യ ചേഞ്ച് ചെയ്യേണ്ടത്. അവർ പ്രത്യേകിച്ച് ഒരു റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ ട്രംപിൻ്റെ ഹിറ്റെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രയോജനപ്പെടാൻ പോകുന്ന ടാരിഫുമായിട്ട് ഇന്ത്യക്കായിരിക്കും. കാരണം ഈ അമേരിക്കൻ പ്രോഡക്റ്റ് 200, 150, 60, 80% ഈ ടാരിഫ് എന്ന് പറയുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യയിൽ ഈ പറയും മറ്റുള്ള രീതിയിലുള്ള മാറ്റവും, പക്ഷേ ചില പ്രൊഡക്ഷനും ചില മാനുഫാക്ചറിനും എഫക്റ്റീവ് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ 20% ടാരിഫ് കൊടുത്ത് ഈ ചൈനീസ് തുണിത്തരമൊന്നും അമേരിക്ക കൊണ്ട് വിറ്റാൽ ലാഭം കിട്ടുന്നില്ല, നഷ്ടമായി പോകും. അത് ടെക്സ്റ്റൈലും ചൈനയുടെ മുഴുവനും പൊളിഞ്ഞ് നാശമായി പോകും. അത് ചൈനയുടെ വെടി തീർന്നു പോകും. ഈ സംഭവം പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
പക്ഷെ നമ്മൾ എത്രമാത്രം മുൻപോട്ട് പോകും, അതിന് നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടോ, ഇതൊക്കെ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എഡ്യൂക്കേഷൻ തന്നെ മാറ്റണം, സ്കൂൾ എഡ്യൂക്കേഷൻ. കാരണം ഈ പറയുന്ന ഇൻഡസ്ട്രീസും ഈ പറയുന്ന മാനുഫാക്ചറിങ് ഇതുമായിട്ട് യോജിച്ച് പോകുന്ന എഡ്യൂക്കേഷൻ സ്കൂൾ തലം മുതൽ കൊടുക്കണം. കാരണം ഞാനിത് ചൈനയിൽ പോയി കണ്ടത്. അപ്പം അങ്ങനൊരു മാറ്റം കൂടി ഇതിനകത്ത് കയറുകയും ഇപ്പം ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ പവറും ഈ പറയുന്ന മാൻ പവറും ഈ ലോകത്തിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തരികയും ചെയ്തു കഴിഞ്ഞാൽ സംഭവം പിച്ചു മാറും. അമേരിക്കയുടെ സാധനം ഇന്ത്യയെ വിൽക്കണം, അത്രയേ ഉള്ളൂ. അതിന് ഇന്ത്യ നിന്ന് കൊടുക്കണം. അതിന് എന്ത് രീതിയിൽ അമേരിക്ക സഹായിക്കാൻ തയ്യാറാണ്. അവരുടെ പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ചൈനയാണ്. സംഭവം സിമ്പിളാണ്. ഇവിടെയാണ് ഈ സംഭവം കയറി ലോക്ക് ചെയ്തത്. ഇത് ഇന്ത്യക്കായിരിക്കും പൂർണ്ണമായിട്ടും അനുകൂലമായി മാറാൻ പോകുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.